ഉത്തർപ്രദേശ് സർക്കാരിന്റെ അവസാന കണക്കനുസരിച്ച് 37 കോടി പേർ കുംഭമേളയിൽ ഇത്രയും ദിവസത്തിനിടയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനിടയിലാണ് പാകിസ്ഥാനിൽ നിന്നും ഈ ഹിന്ദുക്കളുടെ വലിയ ഒഴുക്കുണ്ടാകുന്നത്. ചിതാഭസ്മവുമായി എല്ലാം അവർ എത്തുകയാണല്ലോ. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ക്ഷമിക്കുക, ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കളുടെ ഒരു ഒഴുക്ക് തന്നെ കുംഭമേളയിലേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ വരുമ്പോൾ, കുംഭമേളയ്ക്ക് എത്തുമ്പോൾ ഇത് വിചിത്രമായൊക്കെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കാരണം കുംഭമേളയാണ് ഹിന്ദുക്കളുടെ ഒരാഘോഷമായാണ് പലരും ഇതിനെ കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ എത്തിയിട്ട്, ഇപ്പോൾ ശ്രീജിത്ത് നേരത്തെ ചോദിച്ചതുപോലെ ഇവിടെ നിന്ന് കുംഭമേളയും കഴിഞ്ഞവർക്കൊക്കെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കുംഭമേളയെ ലോകം മുഴുവൻ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇപ്പോൾ UAE പോലുള്ള രാജ്യങ്ങൾ, മറ്റ് ഇസ്ലാമിക തീവ്ര ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട് പോകുന്ന രാജ്യങ്ങളൊക്കെ കുംഭമേളയെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. 38 കോടി ജനങ്ങളെന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ജനങ്ങളല്ല, ലോകം മുഴുവനുള്ള ജനങ്ങൾ വന്നു പോകുന്ന ഒരു മേളയാണ്. അപ്പോൾ ഇവിടുത്തെ കൃത്യമായ സംഘടനാ സംവിധാനം, അതിൻ്റെ മികവ്, ഇതൊക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ശബരിമലയിൽ തന്നെ ഏകദേശം 2 ലക്ഷം പേർ വരുമ്പോൾ ഉണ്ടാവുന്ന വിവാദങ്ങൾ, അവിടെ ഇപ്പോഴും ഫുഡിൻ്റെ പ്രശ്നങ്ങൾ, ക്യൂവിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നെയ്യഭിഷേകം നടത്തുന്നതിൻ്റെ പ്രശ്നങ്ങൾ, തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, ഇതൊക്കെ വലിയ ചർച്ചയായി പലപ്പോഴും മാറാറുണ്ട് ഈ 2 ലക്ഷം പേര് വരുമ്പോൾ. അപ്പൊ ഈ ഓരോ ദിവസവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാനിൽ നിന്ന് ഹിന്ദുക്കൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു ഞെട്ടിക്കുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് അവിടെ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ഈ ന്യൂനപക്ഷമായ ഹിന്ദുക്കളാണ്. വർഷങ്ങൾക്ക് മുൻപ് 13-14% ഉണ്ടായിരുന്നവർ ഇപ്പോൾ 1-2% ചുരുങ്ങി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും അവർക്ക് ആ ധൈര്യം വന്നിരിക്കുക? അവര് തീർച്ചയായിട്ടും അവർ ഈ കുംഭമേളയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, കുംഭമേളയിൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങൾ തീരുമെന്നുള്ളതല്ല നമ്മുടെ വിശ്വാസം. ആ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ വിഷ്ണുപാദം, ഹിന്ദു ആചാരം അനുസരിച്ച് മരണപ്പെട്ട് കഴിഞ്ഞാൽ വിഷ്ണുപാദം പോകുക എന്നുള്ളതാണ് ഏതൊരു മനുഷ്യരെ, ഏതൊരു ഹിന്ദു വിശ്വാസിയുടെയും ഒരാഗ്രഹം എന്ന് പറയുമ്പോൾ. മരിച്ചു കഴിയുമ്പോൾ നമ്മൾ മണ്ണിലടിയിൽ അലിയും. ഇതൊക്കെ ശാസ്ത്രീയപരമായി നോക്കിയാൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അർത്ഥമില്ല, ഇതൊക്കെ വെറും അർത്ഥശൂന്യമായ കാര്യങ്ങൾ എന്ന് പറയും. പക്ഷെ ഇതിൽ വിശ്വസിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഇത് സ്നാനം ചെയ്തു കഴിഞ്ഞാൽ, ഗംഗയിൽ സ്നാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വിഷ്ണുപാദം പോകാം, അല്ലെങ്കിൽ ഗംഗയിലെത്തി ചിതാഭസ്മം ഒഴുക്കിക്കളഞ്ഞാൽ മോശം കിട്ടും, അവരൊക്കെ വിഷ്ണുപാദം പോകും എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ ആക്രമിക്കപ്പെടുന്നവരാണ് ഹിന്ദുക്കൾ. അവർക്ക് വേണ്ടി ഒരുപക്ഷെ സംസാരിക്കാൻ പോലും പലപ്പോഴും ആരുമില്ലാതെ, തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് വരാൻ പോലും കഴിയാതെ അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ഹിന്ദുക്കൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ ഒരു സമയത്ത് ഇത്രയെങ്കിലും അവരുടെ പിതാക്കന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഈ കുംഭമേളയാണ്. ഇനി 12 വർഷം അവർക്ക് കാത്തിരിക്കണം ഇത്തരം എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ പിതൃക്കൾക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനിൽ 2011 മുതൽ മരിച്ച 350 ഹിന്ദുക്കളും 50 സിഖുകാരും ഉൾപ്പെടെ 400 പേരുടെ ചിതാഭസ്മമാണ് സനാതൻ ധർമ്മ പ്രതിനിധി സംഘം ഹരിദ്വാറിലേക്കുള്ള യാത്ര മധ്യേ, ഹിന്ദുമതം മാത്രമല്ല സിഖ് മതമുണ്ട്, സിഖ് മതക്കാരുമുണ്ട്, അട്ടാരി വാഹ അതിർത്തിയിലെത്തി. നിഷ്കാം സേവാ സംസ്ഥയുടെ നേതാവ് രാംദാസ് മഹാരാജാണ് ചിതാഭസ്മം പൂർണ്ണ ആചാരങ്ങളോടെ നിമജ്ജനത്തിനായി ഹരിദ്വാറിലേക്ക് കൊണ്ടുപോകുന്നത്. ഫെബ്രുവരി 21 സതി ഖറിൽ നടക്കുന്ന നിമജ്ജനത്തിന് 2 ആഴ്ച മുമ്പ് ചിതാഭസ്മ ഗംഗയിൽ നിമജ്ജനം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരിൽ ചിലർ റോഡ് അപകടങ്ങളിൽ കൊല്ലപ്പെട്ടവരായിരുന്നു, ചിലർക്ക് സ്വാഭാവിക മരണവും സംഭവിച്ചു. നിരവധി കുട്ടികളും വൃദ്ധരുമുണ്ട്. അവരുടെ ചിതാഭസ്മം യഥാസമയം എത്തിക്കാൻ കഴിഞ്ഞില്ല. പിതൃശ്രാദ്ധ സമയത്ത് അവർ ചിതാഭസ്മം ഒഴിക്കേണ്ടതായിരുന്നു, പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് വിസ ലഭിച്ചില്ല. സംസ്കാര ചടങ്ങുകൾക്കായി ശരിയായ സമയത്ത് വിസ അനുവദിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ഈ രീതിയിൽ ഞങ്ങൾ ചിതാഭസ്മം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇത് 3-ാം തവണയാണ്. ഇതിനു മുൻപ് പാകിസ്ഥാനിൽ വെച്ച ഹിന്ദുക്കളുടെ ചിതാഭസ്മം കൊണ്ടുവന്ന് ഗംഗയിൽ ഒഴുക്കിയിരുന്നു. ഇതിനു പുറമെ 2011-ലും 2016-ലും ചിതാഭസ്മം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട വരാത്ത വിധം വിസ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം. ഇതാണ് ഇവരുടെ ആവശ്യം. അതായത് ഇതിനു മുൻപും ഇവർ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഹിന്ദുക്കളാണെങ്കിലും പാകിസ്ഥാനിൽ ജീവിക്കുന്നവരാണെങ്കിലും അവർക്ക് ഇവിടെ വന്ന് ചിതാഭസ്മം ഒഴുക്കുന്നതാണ് ഈ അവരുടെ
ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് അവർ ഇതിനു മുൻപ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെയുള്ള കുംഭമേള. അപ്പോൾ ഇപ്പോൾ വീണ്ടും വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുംഭമേളയെ ജനങ്ങൾ മുഴുവൻ, ഇത് പാകിസ്ഥാന് മാത്രമല്ല, പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളിൽ ഈ കുംഭമേള വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ടല്ലോ. അവിടെയുള്ള സെർച്ചിങ് തന്നെ, സമൂഹ മാധ്യമങ്ങളിൽ തന്നെ സെർച്ചിങ്ങിൽ ഒന്നാമത് നിൽക്കുന്നത് ഈ ട്രെൻഡിങ് ആയിട്ടുള്ള കുംഭമേളയാണ്. അങ്ങനെ ആ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ കുംഭമേള സ്വീകരിക്കുന്ന കാഴ്ചയല്ലേ നാം കാണുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ പറയണം ശ്രീജിത്ത്. കാരണം കുംഭമേള എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞതുപോലെ 39 കോടി ജനങ്ങൾ, 37 കോടി ജനങ്ങൾ വരുന്ന ഒരു മഹാസംഗമം. നമുക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുമോ? ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഈ ദിവസങ്ങൾ ബാക്കിയുണ്ട്, അതിനിടയ്ക്കാണ് 37 കോടി പേർ അവിടെ എത്തിയതായുള്ള കൃത്യമായ കണക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാൻ കഴിയില്ല. ഈ പല വൈവിധ്യമാർന്ന ആളുകൾ, പല സ്വഭാവമുള്ളവർ, പല രീതിയിൽ ചിന്തിക്കുന്നവർ, കുംഭമേളയെ സ്നേഹിക്കുന്നവരുണ്ടാകാം, കുംഭമേള എന്താണെന്ന് അറിയാൻ വരുന്നവരുണ്ടാകാം, കുംഭമേളയുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും വരുന്ന 37 കോടി ആളുകൾക്ക് വെള്ളം, താമസ സൗകര്യം, ആഹാരത്തിനുള്ള സൗകര്യം, അപ്പോൾ ഇതെല്ലാം ഒരുക്കിക്കൊണ്ട് കൃത്യമായി അവർക്ക് ഗംഗാജലത്തിൽ 37 കോടി ജനങ്ങൾ വരുന്ന സ്നാനം ചെയ്ത് അവിടെ പൂക്കൾ അർപ്പിച്ച് അവരുടെ ആചാരങ്ങൾ നടത്തി പോകുന്നതിന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ആ പൂക്കളും അവിടെ വിടുന്ന മറ്റു കാര്യങ്ങളും എല്ലാം കൃത്യമായി മാറ്റാനും നീക്കം ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ എങ്ങനെയായിരിക്കണം ഒരു ഇത്ര ജനങ്ങൾ വരുന്ന സ്ഥലത്ത് കൃത്യമായ പാടവത്തോടുകൂടി അല്ലെങ്കിൽ സംഘടനാ സംവിധാനത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്ന് ലോകത്തിന് മാതൃകയാക്കി കാണിച്ചു കൊടുക്കുകയാണ് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത്. ഉത്തർപ്രദേശ് ഇപ്പോൾ എല്ലാ ലോക രാജ്യങ്ങൾക്കും ഒരു മാതൃകയാണ് എന്നുള്ളത്. ഇത്തരം ഒരു മേളകൾ ഉണ്ടാകുമ്പോൾ, ഇത്തരം ജനങ്ങൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കൂടുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കുംഭമേള എന്ന് പറയുന്നത്. ഇതൊരു BJPയുടേത് മാറ്റി നിർത്തൂ. നിങ്ങൾ BJP അവിടെ ഭരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കൂ, BJP സർക്കാർ അല്ല എന്ന് നിങ്ങൾ ചിന്തിക്കൂ. ആ കുംഭമേളയെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കൂ, നമുക്കൊരു സ്കൂളിൽ ഒരു 600-700 കുട്ടികൾ ഉണ്ടായാൽ പോലും ഒരു അധ്യാപകർക്ക് അല്ലെങ്കിൽ ഒരു 1000 കുട്ടികളെ നിയന്ത്രിക്കാൻ അവിടുത്തെ സ്കൂളിൽ അധ്യാപകർ കിടന്ന് പെടാപ്പാടുപെടുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളെ അടിക്കാനോ തല്ലാനോ വഴക്ക് പറയാനോ ഒന്നും പാടില്ല. ആ ഒരു സാഹചര്യത്തിൽ പോലും നിയന്ത്രിക്കാൻ വളരെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു അധ്യാപകനെ നീ പുറത്ത് വാടാ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കുട്ടികൾ വരെ ഉള്ള നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഒരു സ്കൂളിലെ 1000 കുട്ടികളെ ആക്ഷേപിക്കുന്നുണ്ടല്ലോ വലിയ രീതിയിൽ ആക്ഷേപിക്കും. കുംഭമേള അല്ല കുളിമേള എന്ന് പറയുന്നുണ്ട്, നഗ്നത പ്രദർശിപ്പിക്കാനുള്ള സ്ഥലങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കണം അതിലെന്താണ് പാരമ്പര്യമുള്ളത്, ഇതൊരു പഴയ നൂറ്റാണ്ടിലേക്ക് പോകുന്ന ഒരു മേളയാണെന്നൊരു വിമർശനം. ഇപ്പൊ നമ്മളെല്ലാം പഴയ നൂറ്റാണ്ടിലേക്കല്ലേ പോകുന്നത്. ഇപ്പോ ഒരു 5 സ്റ്റാർ ചായ പിന്നെ ഹോട്ടലും തൊട്ടടുത്ത് ഒരു നാടൻ തട്ടുകടയും കണ്ടാൽ നമ്മൾ ഏതിൽ കയറി ആഹാരം കഴിക്കും? തീർച്ചയായിട്ടും നാടൻ തട്ടുകടയിലേ കയറും, ഇല്ലേ? നല്ല നാടൻ രുചികളുമായി പോകാനാണ് ആൾക്ക് താല്പര്യം. പഴയ പഴങ്കഞ്ഞി കടകളില്ലേ? പണ്ടത്തെ കാലത്തുള്ള സാധനങ്ങളാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട്ടിലത് കാണാൻ പറ്റില്ല, പക്ഷെ കടകളിൽ പോയാൽ കാണാൻ പറ്റും. പഴങ്കഞ്ഞി കടകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ. ചൂട് കഞ്ഞിയും പയറും പപ്പടവും ചമ്മന്തിയും കൊടുക്കുന്ന കടകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകളുടെ തിരക്കുള്ളത്. തട്ടുദോശയും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഓംലേറ്റും കൊടുക്കുന്ന കടകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത്. പഴമയിലോട്ട് ആളുകൾ തിരിച്ചു പോവുകയാണ്. വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും പഴയ രീതിയിലേക്ക് ആളുകൾ തിരിച്ചു പോവുകയാണ്. പഴയ ജീവിത ശൈലികളാണ് ആളുകൾ എന്താ പറയുക, ഇപ്പൊ പഴയ തലയിൽ തേക്കുന്ന താളിയൊക്കെ ഇപ്പൊ കുപ്പിയിൽ അടച്ചു വരുന്നുണ്ട്. അപ്പൊ എല്ലാം പഴമയിലോട്ടാണ് പോകുന്നത്. ഉൾപ്പെടെ പറഞ്ഞത് ഓർമ്മയില്ലേ? ചൈന AI തിരമാല ഉണ്ടാക്കുമ്പോൾ നാം ഇവിടെ മുങ്ങിക്കുളിക്കുകയാണെന്ന വിമർശനം ഉൾപ്പെടെ ഉണ്ട്. ബ്രിട്ടാസിന് അല്ല എന്താ പറയുക, CPMകാർ ഒരുപാട് വളർന്നിരിക്കുന്നു. ഏത് തരത്തിലാണെന്ന് അവർ കൂടി ചിന്തിക്കണം. ചൈന എത്തി സമ്മതിച്ചു, പക്ഷെ ഏത് തരത്തിലാണ് ഈ പറയുന്ന CPMന്റെ വളർച്ച എന്നുള്ളത് അവർ സ്വയം മനസ്സിലാക്കിയാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്തായാലും കുംഭമേള എന്ന് പറയുന്നത് നമുക്ക് വിമർശിക്കാം, പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിമർശിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ബുദ്ധിപൂർവമായി ചിന്തിച്ച് മുന്നോട്ട് പോയാൽ ഇതൊരു മഹാസംഭവമായി നമുക്ക് തോന്നാം. ഒരിക്കലും ഞാൻ തുടക്കം മുതൽ പറയും, കുംഭമേള BJPയുടെ സ്വകാര്യ സ്വത്തല്ല. അത് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു മേളയാണ്. അതിൽ നിന്ന് പാഠങ്ങൾ ഒരുപാട് ഉൾക്കൊണ്ട് പഠിച്ച് തിരുത്താൻ ലോകത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അതിൽ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക.